ഏവർക്കും സ്വാഗതം. ശ്രീ നരേന്ദ്രമോദി, നമ്മുടെ ആദരണീയനായ പ്രൈം മിനിസ്റ്റർ, കഴിഞ്ഞ 12 വർഷമായി പ്രസ് കോൺഫറൻസ് നടത്തുന്നില്ല എന്ന് അടിക്കടി മുറവിളി കൂട്ടുന്ന ഒരു കൂട്ടം ആളുകൾ ഈ നാട്ടിലുണ്ട്. അങ്ങനെ അദ്ദേഹം പ്രസ് കോൺഫറൻസ് നടത്താത്തതിനോട് എനിക്ക് 100% യോജിപ്പാണ്. ശ്രീ നരേന്ദ്രമോദി പ്രസ് കോൺഫറൻസ് നടത്താത്തതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തെ ഈ കാര്യത്തിൽ വിമർശിക്കുന്ന എല്ലാവരെക്കാളും ഒരു 1000 മടങ്ങ് കൂടുതൽ സത്യത്തോട് ഏതാണ്ട് അനുഭാവവും അതിലുമുപരി സത്യത്തിൻ്റെ അണുവായുധ സമാനമായ ശക്തി എന്താണ് എന്ന തിരിച്ചറിവുള്ളത് കൊണ്ടാണ്. സത്യത്തിന് ശക്തിയില്ലായിരുന്നു എന്ന് അദ്ദേഹം ചിന്തിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹം എല്ലാ ദിവസവും മാധ്യമ ക്യാമറകളുടെ മുമ്പിൽ വന്നിരിക്കുമായിരുന്നു. എന്നാൽ സത്യം വളരെ വളരെ അപകടമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഭരണകൂടത്തെ തകിടം മറിക്കുവാൻ സത്യത്തിന് ശക്തിയുണ്ട് എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. അദ്ദേഹത്തെ വിമർശിക്കുന്നവർക്കോ സത്യം എന്നതൊരു വിനോദം മാത്രമാണ്. ഞാൻ നിങ്ങളോട് ഒരു നിമിഷം നമ്മുടെ വിവിധമായ മുൻഗണനകളെ അങ്ങോട്ട് മാറ്റിവെച്ച് തുറന്ന മനസ്സോടെ നമുക്ക് നമ്മോട് തന്നെ ഒരു ചോദ്യം ചോദിക്കാം. നമ്മുടെ ഇടയിൽ സത്യത്തോട് താല്പര്യമുള്ള പ്രതിപത്തിയുള്ള എത്ര പേരുണ്ട്? അത് മതത്തിൽ പ്രവർത്തിക്കുന്നവരാകട്ടെ, രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവരാകട്ടെ, സാംസ്കാരിക ബുദ്ധിജീവികളാകട്ടെ, സാധാരണ മനുഷ്യരാകട്ടെ, യഥാർത്ഥത്തിൽ സത്യത്തെ വിലമതിക്കുകയും സത്യത്തിനു വേണ്ടി ഛേദം വന്നാലും ഒരു നിലപാടെടുക്കുകയും ചെയ്യാൻ താല്പര്യമുള്ള മനസ്സുള്ള പ്രതിഷ്ഠയുള്ള എത്ര പേർ നമ്മുടെ ഇടയിലുണ്ട്? രണ്ടാമതായി, ശ്രീ നരേന്ദ്രമോദിക്ക് സത്യത്തിൻ്റെ ശക്തി നമ്മേക്കാൾ അറിയാമെന്നതുകൊണ്ട് മാത്രമല്ല, അദ്ദേഹത്തിന് ഭാരതത്തിലെ മീഡിയയെ, മാധ്യമങ്ങളെ നന്നായിട്ട് അറിയാം. ഇവരുടെ മുമ്പിൽ പോയിരുന്നിട്ട് എന്ത് കാണിക്കാനാണ്? സത്യത്തിന് പുല്ലിൻ്റെ വില കൊടുക്കുന്ന ഏതെങ്കിലും മാധ്യമ സ്ഥാപനങ്ങളോ മാധ്യമ പ്രവർത്തകരോ മാപ്രകളോ നമ്മുടെ നാട്ടിലുണ്ടോ? കേരളത്തിലുണ്ടോ? ഭാരതത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഇവരെല്ലാം സത്യത്തെ കച്ചവടച്ചരക്കായി വെച്ച് അത് പ്രയോജനപ്പെടുത്തി അമിത ലാഭം ഉണ്ടാക്കാനായി മാത്രം നിൽക്കുന്ന ഒരു കൂട്ടം ആളുകളാണ്. ഇത് മാധ്യമ അണ്ടർവേൾഡ് എന്ന് പറയാനൊക്കത്തില്ല, ഇത് മാധ്യമ ഓവർവേൾഡാണ്. പക്ഷെ ഇത് അണ്ടർവേൾഡിനേക്കാൾ കട്ടിയാണ്. അപ്പോൾ ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ശ്രീ നരേന്ദ്രമോദി അമേരിക്കയിലെ ഡൊണാൾഡ് ട്രംപ് ചെയ്യുന്നത് പോലെ എല്ലാ ദിവസവും 1-2 തവണ മാധ്യമങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും. മാധ്യമ വീരന്മാർ, മാധ്യമ പോരാളികൾ, ഭടന്മാർ അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കുന്നു. ഈ ചോദിക്കുന്ന ഏതെങ്കിലും ചോദ്യത്തിന് സത്യസന്ധമായൊരു മറുപടി പറയുവാൻ അദ്ദേഹത്തിന് സാധിക്കുമോ? അദ്ദേഹത്തിന് സാധിക്കുമെന്ന് നിങ്ങൾ ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ? ശ്രീ നരേന്ദ്രമോദി മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിരുന്ന അവരുമായി സംവാദം ചെയ്യണം എന്ന് നിർബന്ധിക്കുന്ന ആരെങ്കിലും അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് സത്യം കേൾക്കാനുള്ള താല്പര്യത്തിലാണോ? അല്ല, ഈ രാജ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന സത്യങ്ങളെ അദ്ദേഹത്തിന്റെ സഹായത്തോട് തിരിച്ചറിയാനാണോ? അതോ മറ്റെന്തെങ്കിലും താല്പര്യത്തിലാണോ? നരേന്ദ്രമോദി പറയാതെ തന്നെ നാട്ടിന്റെ സത്യം എന്താണെന്നും മനുഷ്യന്റെ അവസ്ഥ എന്താണെന്നും നമ്മുടെ പോക്ക് എങ്ങോട്ടാണെന്നും എല്ലാവർക്കും അറിയാം. നമ്മുടെ അറിവനുസരിച്ച് നമ്മൾ ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ട്? പിന്നെ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് അറിഞ്ഞിട്ട് എന്ത് ചെയ്യാനാണ്?
ഇനിയും നിങ്ങളും ഞാനും ഒന്നുപോലെ അറിയേണ്ട കാര്യം, ഞാൻ അനുഭവത്തിൽ കൂടെ അറിഞ്ഞ കാര്യമാണ്. സത്യം പറഞ്ഞുകൊണ്ട് ആർക്കും നമ്മുടെ നാട്ടിൽ ഒരു ദിവസം സമാധാനത്തോടെ കസേരയിലിരിക്കാൻ സാധ്യമല്ല. കസേരയിലിരിക്കുന്ന ആളുകൾ കള്ളം പറയുന്നു എന്ന മുറവിളി കൂട്ടുന്നവർ കസേരയിൽ ഇരുന്നിട്ടില്ലാത്തവരാണ്. അല്ലെങ്കിൽ കസേരയിൽ ഇരുന്നു കൊണ്ട് സത്യം പറഞ്ഞാൽ എന്ത് അപകടം വരും എന്ന് യാതൊരു ബോധവുമില്ലാത്തവരാണ്. അത് നിങ്ങൾക്ക് ബോധം വരുന്നതിന് വേണ്ടി ഞാൻ എൻ്റെ അനുഭവം പറയാം. ഞാൻ 2007 സെന്റ് സ്റ്റീഫൻസ് കോളേജിന്റെ പ്രിൻസിപ്പളായി. വലിയ വലിയ ആദർശങ്ങളും മഹനീയമായ ലക്ഷ്യങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഞാൻ ആ സ്ഥാനം ഏറ്റെടുത്തത്. നമ്മുടെ നാട്ടിൽ പരക്കെ ഒരു വലിയ വിശ്വാസ പ്രമാണമുണ്ട്. മറ്റെല്ലാ വിശ്വാസ പ്രമാണങ്ങളും മനുഷ്യൻ പുച്ഛിച്ചാലും എല്ലാവരും ഒന്നുപോലെ വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന ഒരു പ്രമാണമുണ്ട്. അതെന്താണ്? നീതിയും ന്യായവും ഉൾക്കൊണ്ടുകൊണ്ട് ഈ രാജ്യത്ത് ഒരു കാര്യവും ചെയ്യാൻ സാധ്യമല്ല, പ്രത്യേകിച്ച് ഭരണം. ഇപ്പൊ ഞാൻ കോളേജിന്റെ പ്രിൻസിപ്പലായി ചുമതല ഏറ്റെടുത്ത ദിവസം തന്നെ അധ്യാപകരിൽ അല്പം തലയെടുപ്പുള്ളൊരു വ്യക്തി എന്നെ എൻ്റെ ഓഫീസിൽ സന്ദർശിച്ചിട്ട് പറഞ്ഞു, ഇവിടെയുള്ള നിയമം ഖാവോ ഔർ ഖാനേ ദോ എന്നാണ്. താങ്കൾ ഇഷ്ടം പോലെ തിന്നു, ഞങ്ങളെ തിന്നാൻ അനുവദിക്കണം എന്നാണ് ഇവിടുത്തെ നിയമം എന്നോട് പറഞ്ഞു. ഞാൻ എൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, ഇത് തുറന്ന സത്യമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, എൻ്റെ കാലത്ത് അത് നടക്കുകയില്ല. രണ്ടാമത്, ഞാനൊരു അഡ്മിഷൻ പോളിസി ഉണ്ടാക്കി. കോളേജിന്റെ ചരിത്രത്തിൽ ഒരു പ്രഖ്യാപിതമായ അഡ്മിഷൻ നയമുണ്ടായിരുന്നില്ല. കാരണം കോളേജിൽ പണക്കാർക്കും സ്വാധീനമുള്ളവർക്കും രാഷ്ട്രീയമായ തലയെടുപ്പുള്ളവർക്കും അവരുടെ മക്കളെ അവർക്ക് മെറിറ്റ് ഉണ്ടായാലും ഇല്ലെങ്കിലും മുൻവാതിൽ കൂടെയോ പിൻവാതിൽ കൂടെയോ അകത്ത് പ്രവേശിപ്പിക്കാൻ തക്കതായ ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടായിരുന്നത്. ഞാൻ ആജീവനാന്തം അവിടെ ജോലി ചെയ്ത ആളാണ്. 1976 മുതൽ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് അംഗമാണ്. കോളേജിനെ ഞാൻ അറിയുന്നതിനപ്പുറം ആരും അറിയുന്നില്ല. അതിനെനിക്ക് യാതൊരു സംശയമില്ല. അതിനകത്ത് ഈ രാജ്യത്തെ കോടതികൾ പോലും, സുപ്രീം കോർട്ട് പോലും ഒരു ഭാഗം വഹിച്ചു എന്നതാണ് ദുഃഖകരമായ സത്യം. അത് മനസ്സിലാക്കുന്നതിൻ്റെ ഒരു കാര്യം ഞാൻ പറയാം. കോളേജിന്റെ അഡ്മിഷൻ സംബന്ധമായ കേസ് ഉണ്ടായി. കേസ് മറ്റൊന്നുമല്ല, സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ കുട്ടികളെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ സിലക്ഷൻ പ്രോസസ്സിന്റെ ഭാഗമായ ഒരു ഇന്റർവ്യൂ ഉണ്ട്. സുപ്രീം കോടതി എക്കാലത്തും പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ഇന്റർവ്യൂ എന്നത് വളരെ അപകടം പിടിച്ചൊരു കാര്യമാണ്. അതിനകത്ത് അനീതി പ്രവർത്തിക്കുവാനും അഴിമതി കുത്തിച്ചെലുത്താനും വളരെ എളുപ്പമാണ്. 100% ശരിയാണ്, 100%. അതുകൊണ്ട് ഈ ഇന്റർവ്യൂവിന് കൊടുക്കുന്ന മാർക്ക് 12% കൂടാൻ സാധ്യതയില്ല, അനുവദിക്കുകയില്ല. ഞങ്ങൾ ഒരു കാരണവശാലും സുപ്രീം കോടതി അനുവദിക്കുകയില്ല എന്നതായിരുന്നു നിയമം. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. സുപ്രീം കോടതി അത് മാറ്റിയിട്ടില്ല. പക്ഷേ കോളേജിന്റെ അഡ്മിഷൻ കേസ് സുപ്രീം കോടതിയുടെ മുമ്പിൽ വന്നപ്പോൾ ആ കേസ് ആദ്യം മുതൽ അവസാനം വരെ ഞാനാണ് കൈകാര്യം ചെയ്തത്. വാദിച്ചത് വക്കീൽമാരാണെങ്കിലും അത് സംബന്ധമായ എല്ലാ പ്രക്രിയയും ഞാനാണ് ഹാൻഡിൽ ചെയ്തത്. എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് സുപ്രീം കോടതി വിധി പറഞ്ഞത് എന്താണ്? സെന്റ് സ്റ്റീഫൻസ് കോളേജിന് ഇന്റർവ്യൂവിന് 15% വെയിറ്റേജ് കൊടുക്കാവുന്നതാണ്. അതായത് സുപ്രീം കോടതിയുടെ നിയമം സുപ്രീം കോടതി തെറ്റിച്ചു. എന്താണ് കാരണം? ഈ ഇന്റർവ്യൂവിൽ കൂടെയാണ് വലിയ വലിയ ആളുകളുടെ മക്കളെ അകത്ത് പ്രവേശിപ്പിക്കാനുള്ള വാതിൽ പണിത് വെച്ചിരിക്കും. ഞാൻ കൂടുതലായി വിശദീകരിക്കുന്നില്ല. ഞാൻ 9 വർഷം കോളേജിന്റെ പ്രിൻസിപ്പലായിരുന്നു. ഈ സമയത്തെല്ലാം ആർക്കൊക്കെ സ്വാധീനമുണ്ടോ അവരെല്ലാം എന്നെ വന്ന് കണ്ട് അവിടെ മക്കളെ അല്ലെങ്കിൽ കൊച്ചുമക്കളെ അർഹതയില്ലെങ്കിലും അകത്ത് പ്രവേശിപ്പിക്കാൻ എന്തെല്ലാം പഴുത് എന്തെല്ലാം ന്യായം എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇതിനെല്ലാം ഒരു അറുതി വരുത്തുന്നതിന് വേണ്ടി സുതാര്യമായ ഒരു അഡ്മിഷൻ പോളിസി ഞാൻ ഉണ്ടാക്കി. അതായത് ഇതാണ് കോളേജിന്റെ സത്യം, ഈ സത്യം അനുസരിച്ച് മാത്രമേ അഡ്മിഷൻ ഇവിടെ നടക്കുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഈ രാജ്യത്തെ വൻകിട ശക്തികൾ എനിക്കെതിരെ തിരിയുകയും എന്നെ ഉടനെ അവിടെ നിറക്കി വിടണമെന്ന് അന്നത്തെ ക്യാബിനറ്റ് മിനിസ്റ്റർ ആയിരുന്ന അരുൺ ഷൗരി തൊട്ട് കോളേജിലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥികൾ, വളരെ സ്വാധീനമുള്ള ആളുകൾ, അതിലൊരാളാണ് രാഹുൽ ബജാജ്. അദ്ദേഹം മരിച്ചുപോയി. ബജാജ് ബിസിനസ് എംപയറിന്റെ ചക്രവർത്തിയായിരുന്ന രാഹുൽ ബജാജ്
ഉടനെ ഇറക്കി വിടണം എന്ന് പറഞ്ഞു. എന്താണ്? അപ്പം കോളേജിലെ ചില സാറന്മാർ എന്നോട് പറഞ്ഞു, സാറേ ഇത് പോളിസി നടത്തിക്കും, ആരും അറിയാതെ നടത്തും. ഞാൻ പറഞ്ഞു അത് ശരിയല്ല. കോളേജ് എന്തിനു വേണ്ടി നിലനിൽക്കുന്നു എന്നത്, കോളേജിന്റെ നിലപാട് എന്താണ് എന്നത് എല്ലാവരും അറിയണം. കാരണം ഇത് ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ്, ഇവിടെ ഒളിച്ചുകളി പാടില്ല. നമുക്ക് പൊതുജനത്തോടൊരു കടപ്പാടുണ്ട്. സുതാര്യത നിലനിർത്തുക എന്നത് നമ്മുടെ ജനാധിപത്യ പ്രക്രിയയുടെ ഒരു ഭാഗമാണ്. ഞാനതിനെ മാനിക്കുന്നു, അത് നിലനിർത്താൻ ബാധ്യസ്ഥനാണ്. അദ്ദേഹം ഇപ്പൊ പറഞ്ഞു, സാറേ ഇത് പിടിച്ചു നിൽക്കാനൊക്കത്തില്ല. അങ്ങനെ തന്നെ സംഭവിച്ചു. എന്നെ 3 ദിവസത്തിനകം അവിടെ നിന്ന് ഇറക്കി വിടുമെന്ന് പറഞ്ഞു. ഞാൻ കള്ളം കാണിച്ചാൽ, ഞാൻ അഴിമതി കാണിച്ചാൽ എനിക്കൊരു പ്രശ്നവും വരികയില്ല. സത്യത്തിന് വേണ്ടി ആരെങ്കിലും എഴുന്നേറ്റ് നിന്നാൽ, സുതാര്യത പാലിച്ചാൽ ഒരു ദിവസം നിൽക്കാൻ സാധ്യമല്ല. നിങ്ങൾക്ക് അനുഭവമില്ലാത്തത് കൊണ്ട് ചില കാര്യങ്ങൾ ആരെങ്കിലും പറയുന്നത് കേട്ട് ഇളകിപ്പോകരുത്. നിങ്ങൾ ഏതെങ്കിലും ഒരു സഭയുടെ അംഗമാണെങ്കിൽ, ഏതെങ്കിലും ഒരു മത സംവിധാനത്തിന്റെ അംഗമാണെങ്കിൽ, അതിനകത്തെ ഒരവസ്ഥയുടെ സത്യം നിങ്ങൾ വെളിയിൽ പറഞ്ഞാൽ നിങ്ങളുടെ കാര്യം പോക്കാണ്. വേണ്ട, നിങ്ങളുടെ ഭവനത്തിന്റെ അവസ്ഥ, നിങ്ങളുടെ ഏറ്റവും അടുത്ത ബന്ധങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന അവസ്ഥയുടെ സത്യം പറയാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ടോ? ഉണ്ടോ? ഞാൻ ചോദിക്കുകയാണ്. ഇങ്ങനെയുള്ളൊരവസ്ഥയിലാണ് ഒരു രാജ്യം ഭരിക്കുക എന്ന് പറയുന്ന വളരെ സങ്കീർണമായ ഒരു സാഹചര്യത്തിൽ ലോകത്തിലുള്ള എല്ലാവരും ഒന്നുപോലെ സമ്മതിക്കുന്നതാണ് രാജ്യത്തെ ഭരിക്കുന്ന ആളുകൾക്ക് കള്ളം പറഞ്ഞേ പിടിച്ചു നിൽക്കാനുണ്ട്. നിങ്ങൾ അമേരിക്കൻ ലോകത്തിലെ ഏറ്റവും ശക്തിമാൻ എന്ന് പറയുന്ന, അത് വലിയ അർത്ഥമൊന്നും ഇപ്പോഴില്ല, ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനകൾ നിങ്ങൾ പരിശോധിച്ച് നോക്കി. അദ്ദേഹം സത്യമാണോ പറയുന്നത്, കള്ളമാണോ പറയുന്നത്? താൻ പറയുന്നത് സത്യമാണോ കള്ളമാണോ എന്ന് അദ്ദേഹത്തെ പോലും അറിഞ്ഞുകൂടാത്ത അവസ്ഥയിലാണ്. അപ്പോൾ അങ്ങനെയുള്ള ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ശ്രീ നരേന്ദ്രമോദി മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിരുന്ന് അദ്ദേഹത്തിന് പറയാൻ സാധിക്കുന്നത് കള്ളം മാത്രമാണ്. അപ്പോൾ അത് ഈ രാജ്യത്തിന്റെ മുമ്പിൽ വിളമ്പിക്കൊണ്ടേ ഇരിക്കണം എന്ന് പറയുന്നതിനോട് എനിക്ക് അല്പം പോലും യോജിപ്പില്ല. നിങ്ങൾക്കറിയാം, ഞാൻ മോദിയുടെ അന്ധഭക്തനല്ല, ഞാൻ മോദിയുടെ വിമർശകനാണ്. എപ്പോഴും സംഘപരിവാറും BJPയും എന്നെ അവരുടെ ശത്രുവായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഞാൻ ആരുടെയും അടിമയല്ല. ഞാൻ ഒരു ക്യാമ്പിലും പെട്ടിട്ടുള്ളതും ഇനിയും പെടാൻ സാധ്യതയും ഇല്ലാത്തതുമായ വ്യക്തിയാണ്. എൻ്റെ സ്വാതന്ത്ര്യത്തെ ജീവനേക്കാൾ വിലമതിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ എനിക്ക് നരേന്ദ്രമോദിയോട് ഈ കാര്യത്തിൽ കടപ്പാടുണ്ട്. അദ്ദേഹം മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിരുന്ന് പച്ചക്കള്ളം പറയുന്നില്ല. വാ തുറന്നാൽ കള്ളം മാത്രമേ പറയാൻ ഒക്കത്തുള്ളൂ. സത്യം പറയാൻ ഒരു വിധത്തിലും സാധ്യമല്ല. കാരണം സത്യത്തിന്റെ ശക്തി അത്ര വളരെ വലുതാണ്. ഒരു സൈന്യത്തെക്കാൾ, അണുവായുധത്തെക്കാൾ ശക്തിയേറിയതാണ് സത്യമെന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം സത്യത്തെ ഭയക്കുന്നത്. ഈ സത്യത്തെ ആദരിച്ചുകൊണ്ട് പ്രൊപ്പഗാൻഡ ഉപയോഗിച്ച് ഒരു ഭരണ കസേര പിടിച്ചു നിർത്താൻ 2 ദിവസം സാധ്യമല്ല, നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? പിന്നെ ഞാൻ അല്പം മുൻപ് പറഞ്ഞതുപോലെ സത്യത്തെ വിലമതിക്കുന്ന ആരും തന്നെ ഇവിടെ ഇല്ല എന്ന് അദ്ദേഹത്തിന് നമ്മളെക്കാൾ നന്നായിട്ട് അറിയാം. അപ്പോൾ സത്യത്തെ ഒരു വിനോദമായി കാണുക, അതായത് ആരെങ്കിലും സത്യം പറഞ്ഞാൽ അവനെ കസേരയിൽ വെച്ചിരുത്തി പൊരിക്കുന്നത് കാണാൻ. നമുക്കറിയാം, നരേന്ദ്രമോദിയുടെ അങ്ങനെ ഒരു ഇന്റർവ്യൂ ഇപ്പോഴും യൂട്യൂബിൽ കിടപ്പുണ്ട്. അദ്ദേഹത്തെ വെള്ളം കുടിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അത് കണ്ട് അതൊരു വിനോദമാണ്. അത് സത്യത്തോടുള്ള താല്പര്യം കൊണ്ടല്ല, വിനോദം കൊണ്ടുള്ള താല്പര്യമാണ്. സത്യത്തെ വിനോദമാക്കി മാറ്റുന്ന ഒരു അപഹാസ്യമായ പ്രക്രിയയാണത്. അതിന് അദ്ദേഹം തലവെച്ച് കൊടുക്കണോ? നിങ്ങൾ അന്ന് ചെയ്യുമോ? ഏതെങ്കിലും ഇപ്പോൾ എനിക്ക് കേരളത്തിൽ വന്ന ഇപ്പോൾ 10 വർഷം കഴിഞ്ഞ് ഞാൻ അനേക ക്രിസ്ത്യാനികളുമായി ഇടപെടുന്ന ആളാണ്. ഇവരിൽ ഒരു വ്യക്തി പോലും അറിയുന്ന സത്യം വെളിയിൽ ഗ്യാസ് ട്രബിളായിട്ട് പോലും വിടാൻ താല്പര്യമുള്ളവരല്ല, തൻ്റെ ഇടമുള്ളവരല്ല.
സത്യം പറയുന്നവനെ കണ്ടാൽ വാലം ചുരുട്ടി ഓടുന്നവരാണ് എല്ലാവരും. അവരും പറയും എന്താണ് ഇദ്ദേഹം മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിരുന്ന അവരുമായി സമ്പാദിക്കാത്തത്. അദ്ദേഹത്തിന് മാധ്യമങ്ങളോട് എപ്രകാരം സമ്പാദിക്കാമെന്ന് അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹം ചെയ്യുന്നുണ്ട്. തിരഞ്ഞെടുത്ത ചില ആളുകൾ, അദ്ദേഹത്തിന്റെ സ്തുതിപാഠകരായ ആളുകൾ അവരുടെ മുമ്പിലിരുത്തുകയും അവരെ കൊണ്ട് മുന്നേ നിശ്ചയിച്ചുള്ള ചോദ്യങ്ങൾ ചോദിച്ച് അതിനനുയോജ്യമായ മറുപടി പറയും. മാങ്ങ എങ്ങനെയാണ് തിന്നേണ്ടത്, അല്ലെങ്കിൽ പരീക്ഷയിൽ എഴുതാൻ പോകുമ്പോൾ പല്ലെങ്ങനെയാണ് തേക്കേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അദ്ദേഹം നമ്മെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. അതിനപ്പുറത്തൊന്നും നമ്മളാരും അർഹിക്കുന്നില്ല എന്നതാണ് സത്യം. അതുകൊണ്ട് ദയവായി മനസ്സിലാക്കുക, സത്യത്തെ വിനോദമാക്കി പൊതുരംഗത്ത് അതിൻ്റെ രസം ആസ്വദിക്കുന്നതും സത്യത്തെ ഒരു ജീവിത പ്രമാണമായി അംഗീകരിച്ച് അതിനുവേണ്ടി നിലപാടുകൾ എടുക്കുകയും ചെയ്യുന്നത് തമ്മിൽ രാവും പകലും പോലെ വ്യത്യാസമുണ്ട്. ഈ തരുണത്തിൽ ഒരു കാര്യം കൂടെ ഞങ്ങളെ സൂചിപ്പിക്കട്ടെ. നമുക്കറിയാം, നമ്മുടെ സ്വാതന്ത്ര്യ സമരം നേതൃത്വം നൽകിയ മഹാത്മാഗാന്ധി അദ്ദേഹത്തിന്റെ ജീവിത മർമ്മം സത്യമാണ് എന്ന് പറഞ്ഞു. അഹിംസ തന്നെ സത്യമാണ്, അതിൻ്റെ അഹിംസയുടെ ആത്മാവ് സത്യമാണ് അദ്ദേഹം പലതവണ പറഞ്ഞിട്ടുണ്ട്. ആ ചിന്തയിൽ അദ്ദേഹത്തെ സ്വാധീനിച്ച ഒരു വലിയ വ്യക്തിത്വമാണ് ലിയോ ടോൾസ്റ്റോയുടെ. ലിയോ ടോൾസ്റ്റോയ് 20ാം നൂറ്റാണ്ടിന്റെ ആദ്യ ഭാഗത്ത് പ്രസിദ്ധീകരിച്ച ഒരു എഴുത്തുണ്ട്, എ ലെറ്റർ ടു എ ഹിന്ദു എന്നാണ് അതിൻ്റെ പേര്. മഹാത്മാഗാന്ധിയെ വളരെയധികം സ്വാധീനിച്ച ഒരു രചനയാണത്. ഞാൻ വളരെ കൗതുകത്തോടെ അത് അനേകം തവണ വായിച്ചിട്ടുണ്ട്. അതിൽ ടോൾസ്റ്റോ പറയുന്ന കാര്യം, ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ ബലഹീനത, ഭാരതം ഏതാണ്ട് 1000 വർഷത്തോളവും ബാഹ്യശക്തികൾക്ക് അടിമയായിപ്പോയതിൻ്റെ കാര്യം, ഇവിടെ സത്യത്തിന് വിലയില്ല, ഭാരത സംസ്കാരത്തിൽ സത്യത്തിന് വിലയില്ല എന്നത് തന്നെയാണ് ഇത് പറയുന്നത്. അത് ഗാന്ധിക്ക് ശരിക്കും മനസ്സിലായി. അതുകൊണ്ടാണ് ആ സ്വാധീനം അംഗീകരിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിൽ ടോൾസ്റ്റോയ് ഫാംസ് എന്ന തൻ്റെ ആശ്രമത്തിന് പേരിട്ടത് എന്ന് ഞാൻ അധികമായി ഒന്നും വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ സത്യത്തിൻ്റെ ശക്തി എന്താണെന്നും സത്യം എവിടെയാണ് പ്രയോഗിക്കേണ്ടത്, ആർക്കാണ് അതിൻ്റെ ആവശ്യമെന്നും ഭരണത്തിലിരിക്കുന്നവർ, ഇപ്പോൾ ഗാന്ധി തന്നെ സത്യത്തിൻ്റെ ശക്തി മനസ്സിലാക്കിയത് അത് സ്വാതന്ത്ര്യത്തിൻ്റെ മർമ്മമായി ഭാരതത്തെ അടിമത്വത്തിൽ കാത്തു സൂക്ഷിക്കുന്ന ബ്രിട്ടീഷ് ഭരണ അധികാരികൾക്കെതിരെ പ്രയോഗിക്കാനുള്ള ശക്തി. അതറിയുന്ന ഭരണത്തിൻ്റെ കസേരയിലിരിക്കുന്ന ആള് സത്യത്തെ സഹിക്കുമെന്ന് നിങ്ങൾ വിചാരിച്ചാൽ, ഗാന്ധിയുടെ കാലത്ത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിട്ടത്? ബ്രിട്ടീഷുകാർക്കും അറിയാമായിരുന്നു സത്യം അപകടമാണെന്ന് അറിയാമായിരുന്നു. എവിടെയൊക്കെ സ്ഥാപിത താല്പര്യങ്ങൾ ഇടം പിടിക്കുന്നുണ്ടോ, എവിടെയൊക്കെ മനുഷ്യനെ അടിച്ചമർത്തുകയും ചൂഷണം ചെയ്യുകയും മനുഷ്യ അന്തസ്സിനെ കൊഞ്ഞനം കാണിക്കുകയും ചെയ്യുന്നുണ്ടോ, അവിടെയൊക്കെ അങ്ങനെ ചെയ്യുന്ന ആളുകൾ സത്യത്തിൻ്റെ ശക്തിയെ തിരിച്ചറിയുകയും വലിയതായി അതിനെ പേടിക്കുകയും ചെയ്യും. അത് സ്വാഭാവികമാണ്. പിന്നെ ഒരു കാര്യം കൂടെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഇപ്രകാരം വന്ന സത്യം 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 തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇരിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ എനിക്കതിൽ താല്പര്യമുണ്ട്. സത്യത്തെ വിലമതിക്കുന്ന ഒരു സംസ്കാരം ഈ രാജ്യത്തുണ്ടാകാൻ എല്ലാവരും ശ്രമിക്കണം. സൗകര്യാർത്ഥം കള്ളം പറയുകയും സ്വന്തം താല്പര്യമനുസരിച്ച് ഏത് കോണും കട്ട് ചെയ്യുകയും, കട്ടിങ് ദ കോണ്ടെന്ന് ഇംഗ്ലീഷിൽ പറയുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ, ഏത് എന്താണ് പറയുന്നത്, കുറുക്കു വഴികളും ഉപയോഗിച്ച് സ്വന്തം കാര്യം മാത്രം നേടി നടക്കുന്ന ഒരു സമൂഹത്തിൽ അദ്ദേഹം മാത്രം സത്യം പറയണം എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. ഞാൻ അദ്ദേഹത്തിൽ നിന്ന് സത്യം പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് വേറൊരു കാര്യം പറയട്ടെ. ഈ രാജ്യത്ത് അനേക വർഗീയതകൾ ഉണ്ടായിട്ടുണ്ട്. 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം 1300-ൽ പരം വർഗീയതകളെ പറ്റിയുള്ള വിശദമായ റെക്കോർഡുകൾ ഞാൻ പരിശോധിച്ചിട്ടുണ്ട്. ഇത് സംബന്ധമായ അനേക കമ്മീഷൻസ് ഓഫ് എൻക്വയറി ഉണ്ടായിട്ടുണ്ട്. 200-ൽ പരം കമ്മീഷൻസ് ഓഫ് എൻക്വയറി ഉണ്ടായിട്ടുണ്ട്.
അതിൽ എത്രയല്ല കമ്മീഷൻസ്, അത് കമ്മീഷൻസ് ഓഫ് എൻക്വയറി എന്തിനാ, അന്വേഷണ കമ്മീഷൻ എന്തിനാണ്? സത്യം കണ്ടുപിടിക്കാൻ അല്ലേ? അതിൻ്റെ സത്യം വെളിയിൽ വന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. സത്യം കണ്ടുപിടിക്കാനായി നിയമിക്കപ്പെട്ട, അതിന് അങ്ങനെ കണ്ടുപിടിക്കാൻ പ്രത്യേക പരിചയമുള്ള, പരിശീലനമുള്ള മഹാന്മാരായ ആളുകൾ നേതൃത്വം നടത്തുന്ന അന്വേഷണ കമ്മീഷനുകൾ എന്തെങ്കിലും സത്യം വെളിപ്പെടുത്തി നിങ്ങൾക്ക്. ശ്രീകൃഷ്ണ കമ്മീഷൻ എന്ന് പറഞ്ഞൊരു കമ്മീഷൻ ഉണ്ടായി. അത് ചില കാര്യങ്ങൾ വെളിപ്പെടുത്തി, പക്ഷെ എന്തെങ്കിലും ആക്ഷൻ ഉണ്ടായി. 200 കമ്മീഷന്റെ കാര്യമാണ് ഞാനീ പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങളുടെ അനുഭവത്തിൽ സത്യത്തിന് വേണ്ടി നിലകൊണ്ട ഏതെങ്കിലും ഒരു മത പ്രവർത്തകനെ, പുരോഹിതനായിക്കൊള്ളട്ടെ, മെത്രാനായിക്കൊള്ളട്ടെ, നിങ്ങൾക്കൊന്ന് കാണിക്കാം. ഏതെല്ലാം വിധത്തിൽ സത്യത്തെ കുഴിച്ചു മൂടാമോ അതിന് താല്പര്യം മാത്രമേ ഉള്ളൂ. അത് ഒരു യാഥാർത്ഥ്യമാണ്. ഇത് നമ്മുടെ അധപ്പതനത്തിന്റെ മുഖ്യ കാരണമാണ്. ഇതിന്റെ സീരിയസ്നെസ് ആളുകൾ മനസ്സിലാക്കുന്നില്ല. നമുക്ക് എന്തെങ്കിലും ഭാവി ഉണ്ടാകണമെങ്കിൽ, നമ്മുടെ മനുഷ്യത്വം ഈ മണ്ണിൽ നിലനിന്ന് പോകണമെങ്കിൽ സത്യത്തോടുള്ള സന്ധിയില്ലാത്ത കൂറ് നാം ആർജിക്കണം. അത് മനുഷ്യന്റെ ഏറ്റവും വലിയ ബലഹീനതയാണ് എന്നറിഞ്ഞത് കൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ്. മനുഷ്യൻ അവൻ്റെ ഇപ്പോഴത്തെ അധപ്പതിച്ച അവസ്ഥയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട മനുഷ്യത്വത്തിൻ്റെ വിശാലത അനുഭവിക്കണമെങ്കിൽ അവന് വേണ്ടത് സത്യത്തെ തിരിച്ചറിയുകയും സത്യത്തെ നടപ്പാക്കുകയും ചെയ്യാനുള്ള നട്ടെല്ല് കിളിപ്പിക്കുക എന്നുള്ളതാണ്. അതില്ലാത്തൊരു സമൂഹത്തിൽ സത്യം എന്നത് ഒരു മാധ്യമ വിനോദമായി മാത്രം ഞങ്ങൾ അംഗീകരിച്ചോളാം, ഞങ്ങൾക്കത് ബാധകമാകരുത് എന്ന ഇരട്ടത്താപ്പ് നയം മാത്രമേ ജനം സ്വീകരിപ്പാനും നടപ്പാക്കുവാനും ഇടയുള്ളൂ. ഇത് വെറും അർത്ഥശൂന്യമായ ഒരവസ്ഥയാണ്. ഇവിടെ പ്രത്യാശയ്ക്ക് വഴിയില്ല. നമുക്ക് പ്രത്യാശയ്ക്ക് അവകാശമുണ്ട്, ആവശ്യമുണ്ട്. പക്ഷേ ആ പ്രത്യാശയ്ക്ക് അർത്ഥമുണ്ടാകണമെങ്കിൽ സത്യത്തോടുള്ള നമ്മുടെ സമർപ്പണം അതിൽ നമുക്ക് വളരാനിടയാകണം. അതാണ് യഥാർത്ഥത്തിൽ ആത്മീയത. ആത്മീയതയിൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സത്യത്തെ അന്വേഷിക്കുവാനും അംഗീകരിപ്പാനും നടപ്പാക്കുവാനുമുള്ള അച്ചടക്കത്തിൻ്റെയും ആത്മധൈര്യത്തിൻ്റെയും പേരാണ് ആത്മീയത. അതില്ലാത്ത മതസംവിധാനങ്ങളാണ് നമ്മെ പോറ്റി വളർത്തിയത്. അതുകൊണ്ട് നമ്മുടെ അവസ്ഥ നിങ്ങൾ നോക്കിയാൽ എത്ര പരിതാപകരമാണെന്ന് മനസ്സിലാകും. നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നാം ആകെ അർഹിക്കുന്നത് ശ്രീ നരേന്ദ്രമോദിയെ പോലെയുള്ള വ്യക്തികളാണ്. അവർ ധാർമ്മികമായി നമ്മേക്കാൾ ഒട്ടും മോശമല്ല, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെയുള്ളവരെക്കാൾ അല്പം പോലും മാന്യതയില്ല എന്നാണ് ഇന്നത്തെ സത്യം. എന്നാൽ അങ്ങനെയുള്ളവരെ ഏറ്റവും വാ പൊളിച്ച് വിമർശിക്കുകയും ഉച്ചത്തിൽ അപലപിക്കുകയും ചെയ്യുന്നവൻ ധാർമ്മികമായി മേന്മയുള്ളവനാണ് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ചിരി വരും. മോദിയുടെ സ്ഥാനത്ത് നിങ്ങൾ ആരെങ്കിലും ആണെങ്കിൽ, നമ്മുടെ ഏതെങ്കിലും പരിശുദ്ധന്മാരാണെങ്കിൽ, ഇതൊരു അപ്പുറം 10 അപ്പുറം ചെയ്തിരിക്കും. സംശയമുണ്ടോ? എനിക്ക് സംശയമില്ല. ഈ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയാനെങ്കിലുമുള്ള നമ്മുടെ ഉള്ളിൽ സത്യത്തിന്റെ കണിക നമ്മുടെ ഇടയിൽ ഉണ്ടാകണം. അതുകൊണ്ട് മാധ്യമങ്ങളുടെ മുമ്പിലിരുന്ന് അനുദിനം സത്യത്തിന്റെ അഴുക്ക് ചാലുകൾ ഭാരതത്തിന്റെ നെറുകയിലേക്ക് പ്രവഹിപ്പിക്കാൻ കൂട്ടാക്കാതെ മടിച്ചു നിൽക്കുന്ന നരേന്ദ്രമോദിയോടുള്ള എൻ്റെ അകൈതവമായ കൃതജ്ഞത പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഏവർക്കും നമസ്കാരം.